യുഎയിലെ ഏറ്റവും വലുതും ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പള്ളിയായ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നിൽ മസ്ജിദിൻ്റെ പുറത്തുള്ള കാഴ്ചകളും രണ്ടാമത്തെ വീഡിയോയിൽ ഒരു വർഷിപ്പർ എങ്ങനെ ഈ പള്ളിയിലേക്ക് പ്രവേശിക്കാം എന്നും പള്ളിക്കകത്തേക്ക് പ്രവേശിച്ചാൽ നമുക്ക് കാണാവുന്ന കാഴ്ചകളും അവിടെ വീഡിയോ ഫോട്ടോഗ്രാഫി അലൗഡ് ആണോ എന്നൊക്കെയുള്ള കാഴ്ചകളാണ് രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത്. ആ 2 വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് വീഡിയോ കാണാം. മൂന്നാമത്തെ പാർട്ടായ ഈ വീഡിയോയിൽ ഒരു ടൂറിസ്റ്റായി വരുന്ന ആൾക്ക് ഈ പള്ളിയിലേക്ക് എങ്ങനെ പ്രവേശിക്കാം, അതിൻ്റെ ഫോർമാലിറ്റീസുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ഗ്രാൻഡ് മോസ്കിൻ്റെ വിശേഷങ്ങളും മറ്റ് കാഴ്ചകളും കൂടി ഉൾപ്പെടുത്തിയ ഈ വീഡിയോ കുറച്ച് ദൈർഘ്യം കൂടിയ ഒരു വീഡിയോയാണ്. പള്ളി സന്ദർശിക്കാനായി വരുന്നവർ അൽ സലാം എന്ന പേരിലുള്ള 6ാമത്തെ ഗേറ്റ് വഴിയാണ് അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. അതായത് ഈ പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കേണ്ടത്. കോമ്പൗണ്ടിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ തൊട്ട് മുമ്പിലായി തന്നെ ഒരുപാട് പാർക്കിംഗ് സൗകര്യമുണ്ട്. അതിൽ സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് സെപ്പറേറ്റ് ആയിട്ടുമുള്ള പാർക്കിംഗ് ഏരിയകളുണ്ട്. പള്ളിയുടെ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ 1ാമത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് പള്ളിയുടെ പുറം ഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എത്ര ഗേറ്റുകളുണ്ട് ഈ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഗേറ്റ് കടന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ നമുക്കൊരു നീല നിറത്തിലുള്ളൊരു ബിൽഡിങ് കാണാം. ഒരു ഓവൽ ഷേപ്പാണ് അതിനുള്ളത്. അതൊരു പൂളിനകത്ത് നിർമ്മിച്ചതാണ്. ഇതിന് 3 ഭാഗങ്ങളും വെള്ളത്താൽ മൂടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തുകൂടെ നമ്മൾ ഈ ഒരു പള്ളിയുടെ പാർക്കിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിലുള്ള സൂക്കിൽ ജാമി എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് സെൻ്റർ ഉണ്ട്. ടൂറിസ്റ്റുകൾക്കായിട്ട് ഷോപ്പിങ്ങിനുള്ള ഒരു വലിയ ഒരു സൂക്കുണ്ട്. ആ സൂക്കിനകത്ത് പോയിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് പോവേണ്ടത്. മസ്ജിദിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഫോട്ടോഗ്രാഫി പ്രദർശനം നടക്കുന്നൊരു പവലിയനിലേക്കാണ് പോകുന്നത്. ഇത് ഒരു ക്യാമറയുടെ മോഡലിലാണ് ഈ പവലിയൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2024-25 സ്പൈസസ് ഓഫ് ലൈറ്റ് ഫോട്ടോഗ്രാഫി അവാർഡ് സീസൺ 8 മസ്ജിദ് ആൻഡ് മോസ്ക് എന്ന വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ ഫോട്ടോ ആണിത്. മലയാളിയായ അൻവർ സാദത്ത് TA ആണ് ഈ ഫോട്ടോ എടുത്തത്. താജ്മഹലിലെ ശാന്തത എന്ന ക്യാപ്ഷനോട് കൂടിയ ഫോട്ടോയ്ക്ക് 1,00,000 ദിർഹംസാണ് പ്രൈസ് ലഭിച്ചത്. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞതുകൊണ്ട് ടൂറിസ്റ്റുകൾക്കുള്ള സമയമാണ് പള്ളി സന്ദർശിക്കാൻ. നിരവധി രാജ്യത്തു നിന്നുള്ള ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ഇവിടുത്തെ ടൂർ കമ്പനികൾ നടത്തുന്ന ഗ്രൂപ്പുകളായിട്ടുള്ള ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ സാധാരണ ആളുകളും ഒക്കെ ഈ പള്ളി സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് താഴെയുള്ള അണ്ടർഗ്രൗണ്ടിലുള്ള ഈ സൂക്കിലേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു ഗ്ലാസ് ബിൽഡിങ്ങിനകത്തേക്ക് പ്രവേശിച്ചാൽ നമുക്ക് ഒരു 360 ഡിഗ്രി വ്യൂ കാണാൻ കഴിയുന്ന രീതിയിൽ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ താഴേക്ക് ഇറങ്ങാൻ ലിഫ്റ്റും അതുപോലെ തന്നെ എസ്കലേറ്ററുമുണ്ട്. ഞാൻ എസ്കലേറ്റർ വഴി താഴേക്ക് ഇറങ്ങുകയാണ്. താഴേക്ക് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ മനോഹരമായിട്ടുള്ള ഈ ഒരു സൂക്ക് കാണാം. ഏകദേശം 52 ഷോപ്പുകളോളം ഉണ്ട് ഈ ഒരു സൂക്കിനകത്ത്. എക്സ്കലേറ്റർ ഇറങ്ങി താഴെ എത്തി റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കോർട്ടിലേക്ക് പോവാം. അതുപോലെ തന്നെ ഈ പള്ളി ഒരു ടൂറിസ്റ്റായിട്ട് വന്ന് വിസിറ്റ് ചെയ്യാൻ ഉള്ളവർ എടുക്കേണ്ട ഒരു ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റ് നിങ്ങൾക്ക് ഓൺലൈനിലും എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ സൂക്കിനകത്ത് അതിന് പ്രത്യേകമായിട്ട് സ്ക്രീനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ വന്ന് നിങ്ങൾക്ക് ഓൺലൈനിലായിട്ടും ആ ഒരു ടിക്കറ്റ് എടുക്കാം. പിന്നെ ടിക്കറ്റിന് ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ടിക്കറ്റ് കമ്പൽസറി ആയിട്ട് എടുത്തിരിക്കണം. അതിലാണ് നിങ്ങൾക്ക് ഈ പള്ളിയിലെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള എൻട്രി പെർമിറ്റ് തരുന്നത്.
അത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് ആയിട്ട് വരും. പള്ളി വിസിറ്റേഴ്സിനുള്ള സമയത്തൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല തിരക്കായിരിക്കും. അങ്ങനെ നമ്മൾ ക്യൂവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ക്യൂ കഴിഞ്ഞ് അടുത്തൊരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. ആ സെക്യൂരിറ്റി ചെക്കിങ് കഴിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പള്ളിക്കകത്ത് നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതിനെല്ലാം അത് വളരെ വ്യക്തമാക്കി തരാൻ ഇവിടെ സ്റ്റാഫുകളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പള്ളിക്കകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ഒരു ഡ്രസ് കോഡ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ മുഖവും മുൻകൈയും മാത്രം കാണുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഷോർട്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. മുട്ടിന് താഴെയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് മാത്രമേ ഈ പള്ളിക്കകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിനി പള്ളിക്കകത്തേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1/2 കിലോമീറ്ററിന് മുകളിൽ പോകാനുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ബഗ്ഗി സൗകര്യമുണ്ട്. നിങ്ങൾ ഫാമിലി ആയിട്ട് വരുന്നത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബഗ്ഗിയിൽ നിങ്ങൾക്ക് പോവാം. അതല്ലാതെ എക്സ്കലേറ്റർ ഉണ്ട്, നടന്നു പോകേണ്ടവർക്ക് നടന്നു പോവാം. ഇങ്ങനെ പിന്നെ ഇത് ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു അണ്ടർഗ്രൗണ്ടാണ്. ഇതിൻ്റെ എല്ലാ ഭാഗത്തും വളരെ വൃത്തിയോടും വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണ് ഇത്. അങ്ങനെ നമ്മൾ ഏകദേശം പള്ളിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു എസ്കലേറ്റർ കയറുന്നതോടുകൂടി പള്ളിയുടെ ഭാഗത്തേക്ക് എത്തും. എസ്കലേറ്റർ കയറി നമ്മൾ എത്തുക പള്ളിയോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഒരു പൂളിൻ്റെ അടുത്താണ്. ഈ പൂളിന് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു പൂളാണ്. രാത്രിയിൽ പള്ളിയുടെ മുൻഭാഗം മൃദുവായി പ്രകാശിക്കുമ്പോൾ ആർക്കേഡുകളിലെ ഈ പൂളുകളിലെ വെള്ളം പള്ളിയുടെ തൂണുകളെ പ്രതിഫലിപ്പിക്കും. അപ്പോൾ മനോഹരമായ നീലകറന്ന ചാരനിറത്തിലുള്ള മേഘങ്ങൾ പ്രകാശമായി പരന്ന് ചുമരിലേക്ക് പതിക്കും. അങ്ങനെ ചന്ദ്രചക്രവുമായി സമന്വയിച്ച് ചന്ദ്രനുമായി ലയിക്കുന്ന ഒരു കെട്ടിടം പോലെ പള്ളി നമുക്ക് തോന്നും. പൂർണ്ണചന്ദ്രനിലെ വെള്ളയിൽ ചന്ദ്രൻ ക്ഷയിക്കുമ്പോൾ ക്രമേണ ആഴത്തിലുള്ള നീലയിലേക്ക് മാറുന്ന ഒരു 360 ഡിഗ്രി ലൈറ്റിംഗ് സ്കീമാണ് ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇത് ഓരോ വൈകുന്നേരങ്ങളിലും വ്യത്യസ്തമായി മാറിക്കൊണ്ടിരിക്കും. ചക്രത്തിൻ്റെ 14-ാം രാത്രിയിൽ ചന്ദ്രൻ അതിൻ്റെ അഗാധ നീലിമയിൽ പ്രകാശിക്കുമ്പോൾ ആകാശത്ത് ചന്ദ്രനില്ല എന്ന പോലെ നമുക്ക് തോന്നും. ഈ സംവിധാനം സാങ്കേതിക വിദ്യയുടെ ഒരു നേട്ടം മാത്രമല്ല, കാണുന്ന എല്ലാവരിലും അത്ഭുതം ഉണർത്തുന്ന ഒരു കലാസൃഷ്ടി കൂടിയാണ്. പള്ളിയുടെ മുൻഭാഗത്താണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ മനോഹരമായി നിർമ്മിച്ചൊരു വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട്. കൂടാതെ ഇവിടെ ഒരു പീരങ്കിയുടെ മോഡലിൽ ഒരു യന്ത്രം കാണാം. ഇതുപയോഗിച്ചാണ് റംളാൻ മാസം നോമ്പിൻ്റെ സമയം അറിയിക്കാനുള്ള വലിയ ഉച്ചത്തിലുള്ള ഒരു വെടി പൊട്ടുന്ന പോലത്തെ ശബ്ദം ഉണ്ടാക്കുന്നത്. പള്ളിയുടെ ഓപ്പണായി കിടക്കുന്ന പ്രാർത്ഥനാ ഹാളിലേക്ക് കയറുന്ന മെയിൻ എൻട്രൻസ് ആണിത്. പുഷ്പാലങ്കാരമുള്ള മുറ്റം ഏകദേശം 17,000 മീറ്റർ സ്ക്വയറോളം വരും. പുറം ഭാഗവും ഉൾഭാഗവും ഒക്കെ വെളുത്ത മാർബിൾ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഈ നിറം പള്ളിക്കൊരു ശാന്തരൂപം നൽകും. ഈ ഓപ്പൺ ഹാളിൽ ഏകദേശം ഒരു 30,000 ആളുകൾക്ക് ഒരേ സമയം പ്രാർത്ഥന നിർവഹിക്കാൻ കഴിയും. 4 മിനാരങ്ങളാണ് ഗ്രാൻഡ് മോസ്കിനുള്ളത്. ഓരോന്നിനും ഏകദേശം 106 മീറ്റർ ഉയരമുണ്ട്. ഓരോ മിനാരത്തിലും 3 വ്യത്യസ്ത ജാമിതീയ രൂപങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആദ്യത്തേത് മിനാരത്തിൻ്റെ അടിത്തറയെ രൂപപ്പെടുത്തുന്ന ചതുരാകൃതിയാണ്. രണ്ടാമത്തെ മിനാരത്തിന് ഒരു അഷ്ടഭുജാകൃതിയും ഇത് മാമലൂക്ക് കാലഘട്ടത്തിലെ ഒരു രൂപകൽപ്പനയുമാണ്. മൂന്നാമത്തെ മിനാരം സിലിണ്ടർ ആകൃതിയിലാണ്. ഓട്ടോമൻ കാലഘട്ടത്തിലെ ഒരു ഡിസൈനാണിത്. നാലാമത്തെ മിനാരത്തിലെ സ്വർണ്ണ ഗ്ലാസ് മൊസൈക്ക് കൊണ്ട് പൊതിഞ്ഞ കിരീടം ഫാത്തിമിഡ് കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നു. 30 ഏക്കർ വിസ്തൃതിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഇസ്ലാമിക ലോകത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തെയും വാസ്തുവിദ്യയുടെയും കലയുടെയും ചരിത്രവും
ആധുനികവുമായ മൂല്യങ്ങളുമായി സംയോജിപ്പിക്കുന്ന ഒരു ഘടന സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. സിറിയൻ വാസ്തുശില്പിയായ യൂസഫ് അബ്ദുൽ ഖി രൂപകൽപ്പന ചെയ്ത ഈ അത്ഭുതകരമായ മാസ്റ്റർ പീസിൻ്റെ വാസ്തുവിദ്യയിൽ ഈജിപ്തിലെ അബു അൽ അബ്ബാസ്, അൽ മുർസി, അലക്സാൻഡ്രിയൻ, മുഗൾ, പേർഷ്യൻ പള്ളികളുടെയും പാകിസ്ഥാനിലെ ലാഹോറിലെ ബാദ്ഷാഹി പള്ളിയുടെയും സ്വാധീനമുണ്ട്. ഇതിൻ്റെ കമാനങ്ങൾ പ്രധാനമായും മൂറിഷ് ശൈലിയുള്ളതും മിനാരങ്ങൾ ക്ലാസിക്കൽ രീതിയിൽ അറബ് ശൈലിയിലുള്ളതുമാണ്. തൂണുകളുടെ മുകൾ ഭാഗമെല്ലാം സ്വർണ്ണ നിറത്തിൽ ഈന്തപ്പനയോലയുടെ രൂപത്തിൽ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നത് കാണാം. ഇതൊരു മുസ്ലിം ആരാധനാലയമാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ട ആളുകൾക്കും ഈ പള്ളി കാണാനും സന്ദർശിക്കാനുമുള്ള സൗകര്യമുണ്ട്. 7 വ്യത്യസ്ത വലിപ്പത്തിലുള്ള 82 താഴികക്കുടങ്ങളാണ് ഗ്രാൻഡ് മോസ്കിനുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാന പ്രാർത്ഥനാ ഹാളിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ നിൽക്കുന്നത് പള്ളിയുടെ പ്രധാന പ്രാർത്ഥനാ ഹാളിലേക്ക് പ്രവേശിക്കുന്ന വാതിലിനടുത്താണ്. ഇവിടെ മനോഹരമായിട്ട് തീർത്ത ആർട്ട് വർക്കുകളുണ്ട്. മനോഹരമായൊരു തൂക്കുവിളക്കും ചുമരുകളെല്ലാം വള്ളികളും അതുപോലെ തന്നെ പൂക്കളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് മാർബിളിൽ കൊത്തിയെടുത്താണ്. ഞാനിപ്പോൾ പള്ളിയുടെ പ്രധാന പ്രാർത്ഥനാ ഹാളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇവിടെ 96 തൂണുകളാണുള്ളത്. വിശാലമായ മാർബിൾ മൊസൈക്ക് കലാസൃഷ്ടികൾ, അമത്തിസ്റ്റ്, ജാസ്പർ പോലെയുള്ള കല്ലുകളിൽ സുന്ദരമായി തീർത്ത തൂണുകൾ. 96 തൂണുകളും മാർബിൾ കൊണ്ട് പൊതിഞ്ഞ് മദേഴ്സ് ഓഫ് പേൾ അതിൽ കൊത്തിവെച്ചിട്ടുമുണ്ട്. ഈ കരകൗശല വൈദഗ്ധ്യം കാണാൻ കഴിയുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഗ്രാൻഡ് മോസ്ക്. ഈ പ്രധാന പ്രാർത്ഥനാ ഹാളിൽ 7000-ലധികം പേർക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാനുള്ള സ്ഥലമുണ്ട്. ഇതുകൂടാതെ 1500 പേർക്ക് പ്രാർത്ഥന നിർവഹിക്കാൻ കഴിയുന്ന 2 ചെറിയ പ്രാർത്ഥനാ ഹാളുകളും ഇതോട് ചേർന്നുണ്ട്. അതിൽ ഒന്ന് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളതാണ്. അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ പരമ്പരാഗത കുഫിക് കാലിഗ്രാഫിയിൽ കിബ്ല ചുവരിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇത് UAE-യിലെ പ്രമുഖ കാലിഗ്രാഫറായ മുഹമ്മദ് മദി തമീമി രൂപകൽപ്പന ചെയ്തതാണ്. കിബ്ല ചുമരിൽ സൂക്ഷ്മമായ ഫൈബർ ഒപ്റ്റിക് ലൈറ്റിങ്ങും ഉണ്ട്. മൊത്തത്തിൽ നാസ്കി, തുളുത്ത്, കുഫിക് എന്നീ 3 കാലിഗ്രാഫി ശൈലികൾ പള്ളിയിലുടനീളം ഉപയോഗിച്ചിട്ടുണ്ട്. 3ാം തലമുറയിലെ പരവതാനി നിർമ്മാതാവും കലാകാരനുമായ ഡോക്ടർ അലി ഖാലിഖി നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ കൈകൊണ്ട് തുന്നിയുണ്ടാക്കിയ പരവതാനിയാണിത്. പ്രധാനമായും കമ്പിളി കൊണ്ട് നിർമ്മിച്ച ഒറ്റ കഷ്ണം മാത്രമുള്ള ഈ പരവതാനി 5700 ചതുരശ്ര മീറ്ററാണ്. ഏകദേശം 35 ടൺ ഭാരമുള്ള ഈ പരവതാനി 1200 കരകൗശല വിദഗ്ധർ കൈ ഉപയോഗിച്ച് മാത്രം നിർമ്മിച്ചതാണ്. ജർമ്മനിയിലെ മ്യൂണിക്കിലുള്ള ഹൗസിംഗ് കമ്പനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 7 തൂക്കിവിളക്കുകൾ ഗ്രാൻഡ് മോസ്കിലുണ്ട്. ഇതിൽ ദശലക്ഷക്കണക്കിന് ക്രിസ്റ്റൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പള്ളിയിലെ പ്രധാന പ്രാർത്ഥനാ ഹാളിലെ ഏറ്റവും വലിയ തൂക്കുവിളക്ക് ലോകത്തിലെ 3ാമത്തെ വലിയ തൂക്കുവിളക്കാണ്. UAE-യുടെ സ്ഥാപക പിതാവായ അന്തരിച്ച ഷെയ്ഖ് സായിദ് അൽ നഹിയാന് ആദരാഞ്ജലി അർപ്പിക്കുന്ന തരത്തിലാണ് ഈ തൂക്കുവിളക്കുകളെല്ലാം വെച്ചിട്ടുള്ളത്. UAE-യുടെ നിലനിൽപ്പിനെയും സമൃദ്ധിയെയും പ്രതീകപ്പെടുത്തുന്ന മുകളിലേക്ക് മറിഞ്ഞ ഒരു ഈന്തപ്പനയോട് സാമ്യമുള്ള രൂപത്തിലാണ് ഈ തൂക്കുവിളക്കുകളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ തൂക്കുവിളക്കുകൾ 24 കാരറ്റ് സ്വർണ്ണ പ്ലേറ്റുകളും സ്വരോവസ്കി ക്രിസ്റ്റലുകളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഏകദേശം 40 ദശലക്ഷം യൂണിറ്റ് പച്ച, ചുവപ്പ്, മഞ്ഞ നിറങ്ങളിലുള്ള ക്രിസ്റ്റൽ ബോളുകളും ഈ ഡിസൈനിൽ ചേർത്തിട്ടുണ്ട്. മുഗൾ, മൂറിഷ്, ഓട്ടോമൻ, പേർഷ്യൻ വാസ്തുവിദ്യകൾ സംയോജിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക കലയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്. പാരമ്പര്യത്തിൻ്റെയും ആധുനികതയുടെയും അതിശയിപ്പിക്കുന്ന സംയോജനം കൂടിയാണിത്. ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഭൂതകാലത്തെ ബഹുമാനിക്കുന്ന ഒരു ഘടന.
വാസ്തുവിദ്യയുടെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ സർഗാത്മകതയ്ക്കും വൈദഗ്ധ്യത്തിനും ദർശനത്തിനും ഒരു തെളിവായി ഗ്രാൻഡ് മോസ്കിനെ നമുക്ക് കാണാം. ഭാവിയെ സ്വീകരിക്കുന്നതിനൊപ്പം അതിൻ്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാനുള്ള UAEയുടെ പ്രതിബദ്ധതയെ ഇത് പ്രതീകപ്പെടുത്തുന്നു. ഇന്ന് ഈ പള്ളി അതിൻ്റെ ദർശനത്തിന് പിന്നിലെ മാന്യനായ മനുഷ്യൻ്റെ ശവകുടീരവും സഹിഷ്ണുതയുടെ അനിവാര്യമായ ഒരു വിളക്കുമാടവുമാണ്.